ചിന്നക്കനാലിനെ വനഭൂമിയാക്കാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ ഉടുമ്പൻചോല എംഎൽഎ സേനാപതി വീണു. ചിന്നക്കനാലിൽ ഒരു ഇഞ്ച് ഭൂമി പോലും വനംവകുപ്പിനില്ല. ചിന്നക്കനാൽ പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയെ വനഭൂമിയാക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇതിൽ നിന്നും വനംവകുപ്പ് അധികൃതർ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിന്നക്കനാൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. അത് സമ്പൂർണ്ണമായി ആ ഭൂമി റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമിയിലെ പുൽമേടുകളിൽ കാട്ടാന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതല്ലാതെ അവിടെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള വനഭൂമികൾ ചിന്നക്കനാലിൽ ഇല്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പല നോട്ടിഫിക്കേഷനുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഇപ്പോൾ വിപുലമായ രീതിയിൽ അവിടെ ഒരു ആ പ്രദേശത്തെ വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. MLA എന്ന നിലയിൽ ഞാൻ ഈ കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പ്രദേശം ഒരിക്കലും വനഭൂമിയല്ല, അത് ജനവാസ കേന്ദ്രമാണ്. പക്ഷെ അവിടെ വിശാലമായി കിടക്കുന്ന പുൽമേടുകളുണ്ട്. അത് HNL യൂക്കാലി പ്ലാന്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ആ യൂക്കാലി പ്ലാന്റേഷനാണ് ഈ കാട്ടാനകളുടെ സ്വാഭാവിക തീറ്റകൾ നഷ്ടപ്പെടാനും അത് കൃഷിയിടങ്ങളിലേക്ക് വ്യാപകമായിട്ട് ഇറങ്ങുന്നതിനും കാരണമായിട്ടുള്ളത്. അപ്പം ഇപ്പോ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം അടിയന്തരമായിട്ട് നിർത്തിവെക്കണം. ഈ കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. കാരണം ചിന്നക്കനാൽ പഞ്ചായത്തിൽ 1 ഇഞ്ച് പോലും വനഭൂമി ഇല്ല എന്നുള്ളത് അത് 100% രേഖകൾ കൊണ്ട് വ്യക്തമായ ഒരു കാര്യമാണ്. ഇനി അവിടെ പുതിയ വനഭൂമി സൃഷ്ടിക്കാനുള്ള ഏത് നീക്കവും അത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് തിരുത്തലുകൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട ഇടപെടലുകൾ ഞങ്ങൾ ജില്ലയിലെ 5 MLA മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നറിയിക്കുകയാണ്.